സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ സൗജന്യമായി ലോകത്തെ വീണ്ടവരേ സൗജന്യമായി ലോകത്തെ വീണ്ടവരേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ രക്ഷയാം നിന്റെ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ രക്ഷയാം നിന്റെ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ എൻ പാപം അനേകം കര അധികം ഞാൻ വീട്ടിടും കണ്ണീർ കൈപ്പേറിയതാ എൻ പാപം അനേകം കര അധികം ഞാൻ വീട്ടിടും കണ്ണീർ കൈപ്പേറിയതാ വ്യർത്ഥം എൻ കണ്ണീർ രക്ഷസാഗരമേ വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി പരീക്ഷകളും ഭയവും ഹേതുവായി എൻ ജീവിതം ഖേദവും ശൂന്യവുമായി പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാൽ പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാൽ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടുമെങ്കിൽ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടുമെങ്കിൽ ഹേ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ ഹേ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ സൗജന്യമായി ലോകത്തെ വീണ്ടവനേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ
Matthew chapter 15, verses 23. But he said, he did not answer her word. And his disciples came and begged him, saying, send her away, for she is crying out after us. He answered, I sent only to the lost sheep of the house of Israel. But she came back and knelt before him. This incident is about the Canaanite woman who had a daughter who was oppressed by a demon. She came to the foot of Jesus so that she believed that Jesus could heal her. But then when she came to him, the disciples said that, send her away. But she came back. If she was a Malayali, I'm sure the phrase would be very small. And she went back home. But she came back. You know, the people around us may say that, just go back home, send her away. ഇവിടെ കർത്താവ് ഒന്നും മിണ്ടിയില്ല, അല്ലെ? കർത്താവ് ഇവിടെ ഒന്നും മിണ്ടിയില്ല. പക്ഷെ കൂടുള്ള ആൾക്കാരാണ് പറഞ്ഞത്, സെൻഡ് ഹർ അവേ, തിരിച്ചു വീട്ടിൽ അയക്കാനാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? ഭയങ്കര കരച്ചിലും ബഹളമാണ്. നമ്മുടെ ബഹളങ്ങളും നമ്മുടെ കരച്ചിലും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ട് പലപ്പോഴും നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ പറയും, നീ വീട്ടിൽ പൊക്കോ, നീ ഇവിടെ വരണ്ട, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല. പക്ഷേ ഇവിടെ കർത്താവ് ഒന്നും മിണ്ടിയില്ല. പലപ്പോഴും നമ്മൾ ചില ആൾക്കാരെ കാണാൻ പോകുമ്പോൾ ആ ആൾക്കാരൊന്നും പറയത്തില്ല, പക്ഷെ ആൾക്കാരുടെ ചുറ്റുമുള്ള ആൾക്കാരായിരിക്കും നമ്മളോട് പറയുന്നത്, ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വീട്ടിൽ പൊക്കോളാൻ. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നത്, the woman came back. നമ്മുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങളായാലും ഇന്ന് ഞാൻ നിങ്ങളുടെ സന്നിധിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ മക്കളുടെ ഇഷ്യൂ ആണോ, നിങ്ങളുടെ കരിയറിന്റെ ഇഷ്യൂ ആണോ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഇഷ്യൂ ആണോ, ആ പ്രശ്നങ്ങളെല്ലാം വെച്ച് നീ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ, ഇവിടെ നമ്മൾ ഈ വാക്യത്തിന്റെ അവസാനം വായിക്കുന്നത്, കർത്താവ് പറയുന്നത്, ഓ വുമൻ, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്, but it is done for you as you desire. And her daughter was healed instantly. If you want God to work on your life, just don't go back when you see couple of issues or couple of obstacles in your life. Just keep coming back. നമ്മുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായാലും കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വാ. ആ മടങ്ങി വന്നാൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കും. ദൈവം നിങ്ങളുടെ എന്തു ആഗ്രഹമാണല്ലോ അത് ഇൻസ്റ്റന്റ്ലി മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചില പാട്ടുകൾ പാടുമ്പോൾ ശക്തമായി കൈയടിച്ച്, I think everyone who is here have bowed their hands. So if you have bowed your hands, there are many people who could not get up from their bed today morning, but if you have come to the church today, just worship our Lord. കൈ ശക്തമായിട്ട് അടിച്ച് നമുക്ക് ചില പാട്ടുകൾ പാടുമ്പോൾ കർത്താവിനെ ആരാധിക്കാം. ബലഹീനതയിൽ നല്ല ബലമേകും
അനുകൂലമെനിക്കവരെന്നാലും തിരുജീവനെ തന്നവനിനി മേലും കൃപയാൽ നടത്തുമെന്നെ തിരുജീവനെ തന്നവനിനി മേലും കൃപയാൽ നടത്തുമെന്നെ കൃപ കൃപയൊന്ന് ആശ്രയം ഹാലലുയ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ
Hallelujah, hallelujah. In Hallelujah. Acts chapter 21, we read that, for I am ready not only to be imprisoned, but even to die in Jerusalem for the name of the Lord Jesus. And since he would not be persuaded, we ceased and said, let the will of the Lord be done. Yeah, this portion is happening during one of the missionary journeys of Paul. Paul comes to Caesarea. He visits Philip. As you know, Philip had 4 daughters who were prophets. Maybe Paul wanted to hear from the Lord. He came and visited Philip. And actually there was a prophet called Agabus who prophesied that Paul should not go to Jerusalem because he said that he would be persecuted. The people around him tried to persuade him, but Paul said that, don't worry about me. I am not just willing to be persecuted, but I'm willing to die for Christ. The verse here that touched me was, and since he would not be persuaded, we ceased and said, let the will of the Lord be done. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേകം വിഷയങ്ങളുണ്ട്. നമ്മുടെ മക്കളുടെ ഇഷ്യൂ ഉണ്ട്, നമ്മുടെ കരിയറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നമ്മൾ അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടൊന്നുമല്ല, പക്ഷെ ദൈവത്തിന് അതിനായ സമയം പലപ്പോഴും ആ ഇഷ്യൂസിനുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ കുറച്ച് സമയം ആവശ്യമുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ പ്രശ്നത്തിൻ്റെ മേൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, don't have to worry too much on that issue. Just cease. Just let it be. Just let it go. And if you let that go, then only the will of the God you will see the will of the God. പലപ്പോഴും നമ്മുടെ ആ ഇഷ്യൂസ് എല്ലാം, നമ്മുടെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിനോട് ചേർത്ത് പിടിച്ച് പലപ്പോഴും നമ്മുടെ ആ വിഷയത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ഒത്തിരി കരയാനും ഒത്തിരി വിഷമിക്കാറൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, ഉപവാസം എടുത്ത് ഒത്തിരി ആ പ്രശ്നത്തിൻ്റെ മേൽ ഒത്തിരി വിഷമിക്കാറുണ്ട്. പക്ഷേ sometimes you just have to cease. Sometimes you just have to sit behind and just wait for the will of God to be done in your life. Just don't worry too much. Just don't take that into your heart too much. Just cease. നമ്മൾ മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ ഈ വലിപ്പം കാണാന്ന് പറഞ്ഞതുപോലെ ചില വിഷയങ്ങളിൽ നമ്മൾ വെറുതെ ഒന്നിരുന്നാൽ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. It is not, I'm not telling to just sit silent on all the issues, but ചില issues, ചില വിഷയങ്ങളിൽ just let it go. Just be silent in the presence of God so that the will of God may be restored in you. Let the will of God may be done in you. Just don't worry about it. Our Lord is in control. And sit back and just cease, and God is going to do wonders in our life. നമ്മൾ ചില പാട്ടുകൾ പാടുമ്പോൾ കർത്താവിനെ ശക്തിയായിട്ട് ആരാധിച്ചു. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ
ഭയപ്പെടേണ്ടായെന്നു ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ നന്ദിയോടെ ഞാൻ ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ നന്ദിയോടെ ഞാൻ നന്ദിയോടെ ഞാൻ അടവി തരുക്കൊണ്ട് അടവി തരുക്കളിനിടയിൽ ഒരു അടവി തരുക്കളിനിടയിൽ ഒരു ആമേൻ വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവേ ആമേൻ വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ ഓ നന്ദിയോടെ ഞാൻ ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ നന്ദിയോടെ ഞാൻ ഓ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ ഹല്ലേലൂയ നന്ദിയോടെ ഞാൻ നന്ദിയോടെ ഞാൻ ഓ നന്ദിയോടെ ഞാൻ പാടിയിടുമേ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലോട്ട് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു